എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വേണുവിനാകെ ടെൻഷനായി തുടങ്ങിയിട്ടുണ്ട്. കാരണം അനാമിക ഇതുവരെ തിരിച്ചു പോയിട്ടില്ല. അനാമികയെ വിളിക്കാൻ വേണ്ടി അനി വന്നിട്ടുമില്ല. അന്നേരം അനാമികയോട് ഈ കാര്യം പറയുമ്പം അനാമിക ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ അച്ഛൻ എന്താ പറയുന്നത്, അനി ഒന്ന് വിളിക്കാതെ ഞാൻ അങ്ങോട്ട് പോകണമെന്നാണോ? അതിനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയും. അന്നേരം വേണു പറയുന്നുണ്ട്, അവിടെയുള്ള എല്ലാവരും ശബരിമലയ്ക്ക് പോകുമായതുകൊണ്ടാണ് നിന്നോട് കുറച്ച് ദിവസം ഇവിടെ നിന്നാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ നിന്ന് പോയാൽ ശരിയാകുകയല്ലോ എന്നിങ്ങനെ പറയും. അന്നേരം അനാമിക പറയും, അതിനിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ചെയ്യണ്ടേ? ഞാൻ നാണം കെട്ട് അങ്ങോട്ട് കയറി ചെല്ലണോ? അവൻ വന്ന് വിളിക്കുമല്ലേ ചെയ്യണ്ടേ എന്ന് വീണ്ടും ചോദിക്കും. അന്നേരം രേവതി പറയുന്നുണ്ട്, എടി അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കണ്ടേ, അല്ലാതെ എങ്ങനെയാന്ന് ചോദിക്കുമ്പം അവനോട് എത്ര പ്രാവശ്യം പറഞ്ഞു എന്നറിയുമോ അമ്മ എന്നെ വന്ന് വിളിച്ചുകൊണ്ട് വരാനാ, അവൻ കേൾക്കാത്തതല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവർക്കെല്ലാം ആകെ ടെൻഷനാണ്. അന്നേരം വേണു പറയുന്നുണ്ട്, ഈ അനിയുടെ അച്ഛൻ അയാളുടെ സ്വഭാവം എനിക്കങ്ങ് മനസ്സിലാകുന്നില്ല, എല്ലാത്തിനും നട്ടലില്ലെന്നാണ് തോന്നുന്നത് എന്ന് പറയും. അന്നേരം അനാമിക പറയും, അതുകൊണ്ടൊന്നുമില്ല, അവിടെയുള്ള ആണുങ്ങളെല്ലാം ഒറ്റക്കേട്ടാ, അതാ പ്രശ്നം എന്ന് പറയും. അന്നേരം വേണു, ഇനി അവരെ തമ്മിൽ തല്ലിപ്പിക്കാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അനാമിക തന്നെ പറയുന്നുണ്ട്, അത് അങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ അവിടെ ഒരു മുത്തശ്ശൻ എന്ന് പറഞ്ഞ ആളില്ല, അത് തീരണമെന്ന് പറയുവാണ്. അന്നേരം രേവതിക്ക് സങ്കടം, അയാൾക്ക് നല്ലൊരു അസുഖം ഉണ്ടായത്, എന്നിട്ടും പയറ് പോലെയല്ലേ നടക്കുന്നത് എന്ന്. അന്നേരം വേണു പറയുന്നുണ്ട്, അങ്ങനെ ഒരു അസുഖം ഉള്ളത് കൊണ്ടാണ് ചെറുതായിട്ടെങ്കിലും ഒന്ന് ഒതുങ്ങിയത്, അല്ലെങ്കിൽ ഇതൊന്നും അല്ലായിരുന്നു മൂർത്തി സാറ്, ശരിക്കും നമ്മളുടെ കാര്യം പരിങ്ങലിലായേനെ, ആ അവസ്ഥയിൽ ആ ഒരു സ്വഭാവമാണ് അങ്ങേരുടേത് എന്ന് പറയുന്നു. ഏതായാലും തിരിച്ചു പോകാൻ ഒരു മാർഗ്ഗമില്ലാതെ ആകെ വിഷമത്തിലാണ് അനാമികയും വീട്ടുകാരും. ഈ സമയം ഹോസ്പിറ്റലിൽ അജയൻ ജയനോട് പറയുന്നുണ്ട്, ശരിക്കും പുരോഹിതൻ പറഞ്ഞത് സത്യമായില്ലേ, നയനമോളും ആദർശം തമ്മിലുള്ള വിവാഹം നടന്നത് ഒരു ശുഭമുഹൂർത്തത്തിലാണെന്നും അതുകൊണ്ട് തന്നെ നയനമോൾ വീട്ടിൽ വന്നതിന് ശേഷം വീട്ടിൽ ഐശ്വര്യം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞതൊക്കെ എത്രയോ ശരിയാണ്. നയനമോൾ വരച്ചു തന്ന ഡിസൈൻ കൊണ്ട് നമ്മുടെ കമ്പനിക്ക് എന്തോരം ലാഭം ഉണ്ടായത്, ഇപ്പോഴും നയനമോളല്ലേ നമുക്കൊരു ഇതുപോലൊരു അവസ്ഥ വന്നപ്പോൾ സഹായത്തിന് എത്തിയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ജയൻ പറയുന്നുണ്ട്, ശരിയാണ്, എന്നിട്ട് നമുക്കൊന്നും നയനമോൾക്ക് നമ്മളൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ആദർശനോട് പറഞ്ഞിട്ടുണ്ട്, മോളായിട്ട് നമുക്കുണ്ടാക്കി തന്ന ലാഭമെല്ലാം ആ കോടികളെല്ലാം നയനമോളുടെ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അന്നേരം ജയൻ പറയുന്നുണ്ട്, അങ്ങനെയാ ചെയ്യേണ്ടത്, ശരിക്കും നയനമോൾക്ക് ആ വീട്ടിലൊരു സ്ഥാനം ഉണ്ടാകണം എന്നൊക്കെ സംസാരിക്കുവാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെയാണ് അങ്ങോട്ട് വേണു വരുന്നത്. വേണുവിനെ കാണുന്നതേ അജയന് ദേഷ്യം വരുവേ. അപ്പം അജയൻ പറയുന്നുണ്ട്, സംസാരിക്കാൻ മാത്രം അറിയാവുന്ന ഒരുത്തൻ ദേ വന്നുണ്ട് എന്നാണ് അജയൻ പറയുന്നത്. വേണു വരും, എന്നിട്ട് എങ്ങനെയുണ്ട് ദേവയാനിക്ക് എന്നൊക്കെ ചോദിക്കും. കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം അടുത്തത് അനാമയുടെ കാര്യം എടുത്തിടുവാണ്. പറയുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ, നിങ്ങളുടെ മോൻ എൻ്റെ മോളുടെ മുഖത്ത് അടിച്ചു, പാടുമായിട്ട് അവൾ വീട്ടിൽ വന്ന് നിൽക്കുക, അവളെ തിരിച്ചു വിളിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായില്ലേ, അവൻ ചെയ്തത് ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. അന്നേരം അജയൻ പറയുന്നുണ്ട്, എൻ്റെ മകൻ കാര്യമില്ലാതെ ആരെയും ഇതുവരെ തല്ലിയിട്ടില്ല, അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട് എന്ന് പറയും. അന്നേരം വേണു പറയുന്നുണ്ട്, എന്ത് കാരണം, ഈ വിവാഹത്തിന് ശേഷവും ഭർത്താവ് കാമുകിയുടെ പുറകെ പോയാൽ, അവളെ സ്നേഹിച്ചാൽ ഏത് ഭാര്യയാണ് പ്രതികരിക്കാത്തത്, അതുമാത്രമല്ല എൻ്റെ മകളെ ചെയ്തോളൂ എന്ന് ചോദിക്കും. അന്നേരം ജയൻ പറയുന്നുണ്ട്, എൻ്റെ മരുമകളുടെ അനിയത്തി ഇവിടെ വന്നത് അനിയെ കാണാൻ വേണ്ടിയിട്ടല്ല, അവളുടെ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പം വേണു ചോദിക്കുന്നുണ്ട്, അവളുടെ ചേച്ചി ഇവിടെ വന്ന് കാണാൻ, അവളുടെ ചേച്ചി തന്നെ ഇവിടെ വല്ല അസുഖമായിട്ട് കിടക്കുവാണോ, ഇനിയിപ്പം ദേവേനി ചേച്ചിക്ക് കരൾ കൊടുത്തത് അവളുടെ ചേച്ചിയാണോ എന്നൊക്കെ ചോദിക്കും. അന്നേരം നല്ല ദേഷ്യം വരുന്നുണ്ട് അജയനും ജയനും ഒക്കെ, പക്ഷെ അവരങ്ങ് കൺട്രോൾ ചെയ്ത് നിൽക്കുവാണ്. അന്നേരം അജയൻ പറയുന്നുണ്ട്, ഇതിപ്പം നിങ്ങൾ നയനമോളെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല, ഏതായാലും നിങ്ങളുടെ മകളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എൻ്റെ മകനെ അടിക്കേണ്ടി വന്നത്, ഇനിയിപ്പം അവൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്ത് അവളെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ കടമയാണ് എന്നൊക്കെ അജയൻ പറയും. അന്നേരം വേണു പറയുന്നുണ്ട്, ഈ അനന്തപുരിയിലെ ആണുങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് എനിക്കറിയത്തില്ലായിരുന്നു, നിങ്ങളൊക്കെ വലിയ സ്ഥാനത്തിരിക്കുന്നവരാണെന്നും അതുപോലത്തെ സ്വഭാവമാണ് എന്നൊക്കെയാണ് ഞാൻ കരുതിയിരുന്നത്, ഒരു ബന്ധം കൂടി അങ്ങോട്ട് വന്നപ്പോഴല്ലേ ആർക്കും നട്ടലില്ല എന്ന് മനസ്സിലായത് എന്നൊക്കെ വേണു പറയുമ്പോഴേക്കും അജയന് ദേഷ്യം വരും. അജയൻ പറയുന്നുണ്ട്, വേണു നീ സംസാരിച്ച് ഒരുപാടങ്ങ് കയറല്ലേ, ഞങ്ങൾക്ക് നട്ടലുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, പിന്നെ നിൻ്റെ മോളുടെ കയ്യിലിരിപ്പ് കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കണമെന്ന് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി എന്നൊക്കെ അങ്ങ് പറയും. അന്നേരം പറയും, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഒരുപാട് സംസാരിച്ച് മുഷിയൊന്നുമില്ല, ഞാൻ വന്നത് ദേവയാനിയെ കാണാനാണ്, ആ വീട്ടിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പെരുമാറുന്നത് അവർ മാത്രമാണ്, അതുകൊണ്ട് അവരോട് കുറച്ച് സ്നേഹവും ബഹുമാനവും ഒക്കെ എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണാൻ വന്നത് എന്ന് പറഞ്ഞ് ഐസിയിലിട്ട് കയറിപ്പോവാണ് ദേവയാനിയെ കാണാനായിട്ട്. അന്നേരം അജയൻ പറയുന്നുണ്ട്, മോള് മാത്രമല്ല അച്ഛൻ്റെയും സ്വഭാവം നല്ല അടി കിട്ടേണ്ട സ്വഭാവമാണ്, സംസാര രീതിയാണ്, ഞാൻ ക്ഷമിക്കുന്നതാണ് എന്ന് പറയുമ്പം
ജയൻ പറയുന്നുണ്ട്, വേണ്ട, നമ്മൾ ക്ഷമിക്കുവാണ് വേണ്ടത്. കാരണം ആദർശും അഭിയും ഒക്കെ ഒരു കുടുംബജീവിതം നയിക്കുമ്പം നമ്മൾ അനിയെപ്പറ്റി ചിന്തിക്കണ്ടേ, അവൻ്റെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കണ്ടേ, അവൻ ആ കുടുംബജീവിതം ഇല്ലാതാകരുത്, അതുകൊണ്ട് ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുക എന്നൊക്കെ പറഞ്ഞ് ആ ജയനെ ഒന്ന് തണിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ജയൻ. പിന്നെ കാണിക്കുന്നത് ജാനകിയും ജലജയാണ്. ജാനകിക്ക് ആകെ ടെൻഷൻ. അനാമികയെ ഒന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അനി കേൾക്കുന്നില്ലല്ലോ. അന്നേരം അത് തന്നെ ജലജയും പറയുന്നുണ്ട്, നമ്മൾ പറഞ്ഞാലൊന്നും ഇവിടുത്തെ ആണുങ്ങൾ കേൾക്കുകയില്ല, മക്കൾ പോലും കേൾക്കുകയില്ലാത്ത അവസ്ഥയാണ് എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അജയൻ കയറി വരുന്നത്. അജയൻ കയറി വന്ന് കഴിയുമ്പോഴേക്കും ചോദിക്കുവാണ് ജാനകി, നിങ്ങൾ എങ്ങോട്ട് പോയതാണ്? ഹോസ്പിറ്റലാണ് എന്ന് പറയുമ്പോൾ, ഓ, ഞാൻ കരുതി അനാമിക മോളുടെ വീട്ടിലോട്ട് പോയതാണെന്നാണ് കരുതിയത്, മോളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി. അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത് എന്ന് ജാനകി ചോദിക്കുമ്പം അജയൻ പറയുന്നുണ്ട്, എനിക്കതിൻ്റെ ആവശ്യമില്ല. എൻ്റെ മകൻ അവളെ തല്ലിയെങ്കിൽ, മുഖത്ത് പാട് വീണുവെങ്കിൽ അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അങ്ങനെയുള്ളവളെ വിളിച്ചുകൊണ്ട് വരാൻ ഞാൻ അവനോട് പറയത്തില്ല എന്ന് പറയും. അന്നേരം ജാനകി പറയുന്നുണ്ട്, നമ്മുടെ മരുമകളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ടത് നമ്മുടെ ആവശ്യമാണ്, അത് ജയേട്ടൻ അവനോട് പറയണം, പറഞ്ഞ് മനസ്സിലാക്കണം, അതല്ലേ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും. പക്ഷേ ജയന് വലിയ താല്പര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് വേണു ഹോസ്പിറ്റലിൽ വന്ന് അത്രയും പ്രകടനം നടത്തിയിട്ട് പോയതിൻ്റെ കലിപ്പുണ്ട് അജയന്. അതുകൊണ്ട് തന്നെ അജയൻ അനാമികയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നേ ഇല്ല. അത് കേൾക്കുമ്പോൾ ജാനകിക്ക് ദേഷ്യം. അന്നേരം അജയൻ പറയുന്നുണ്ട്, ഈ വീട്ടിൽ വന്നു കയറിയ മരുമക്കളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളത് നയനമോളാണ്. നയനമോളുടെ മുകളിൽ ഒരു നന്മയുള്ള പെൺകുട്ടി ഈ വീട്ടിലില്ല. 3 പേരുള്ളതിൽ നയനമോളുടെ മുകളിൽ ആരുമില്ല. അത് നീ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ് എന്ന് പറയുമ്പോഴേക്കും ജലജ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ എന്തിനാ ഈ നയനേനെ ഇങ്ങനെ പുകഴ്ത്തുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ദേവയെടുത്തേക്ക് കാറിൽ കൊടുത്തത് ഏതോ നന്മയുള്ളൊരു പെൺകുട്ടിയാണ്, അവളെപ്പറ്റി പറയുവാണെങ്കിൽ ശരിയാണ്, അല്ലാതെ ഈ നയനെപ്പറ്റി എപ്പോഴും നിങ്ങളിങ്ങനെ പുകഴ്ത്തേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഒന്ന് വിട്ടും പറയാൻ മേലാത്തത് കൊണ്ട് അജയൻ അങ്ങ് ക്ഷമിക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ അനിയോട് പറയുകയില്ല അവൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് വരാൻ. അവൾക്ക് ഇവിടുന്ന് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ആ കണക്കായിപ്പോയി എന്ന് പറയുന്നുണ്ട് അജയൻ. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നവ്യ അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അന്നേരം നവ്യ അങ്ങോട്ട് വന്നിട്ട് അജയനോട് ചോദിക്കും, നയന എന്താ ഇങ്ങോട്ട് വരാത്തത്? അവളെ കണ്ടിട്ട് 2-3 ദിവസമായി, അവളെന്തിനാ മാറി നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരം അജയൻ പറയുന്നുണ്ട്, ഏട്ടത്തിക്ക് ഇഷ്ടമല്ലല്ലോ നയനമോൾ ഇങ്ങോട്ട് വരുന്നത്, അതുകൊണ്ടാണ് മോൾ കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അജയൻ അങ്ങ് കയറിപ്പോവും. അന്നേരം ചാടിത്തുള്ളി ജാനകിയും പോകുന്നുണ്ട്. അന്നേരം ജലജ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നവ്യയോട്, നിൻ്റെ അനിയത്തി ഇവിടുന്ന് മാറി നിൽക്കുവാണ്, അതുപോലെ തന്നെ നിനക്കും വേണേൽ നിൻ്റെ വീട്ടിലോട്ട് കുറച്ച് ദിവസം പോയി നിൽക്കാൻ മേലേ എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയും, ഞാനെന്തിനാ അങ്ങോട്ട് പോയി നിൽക്കുന്നത്, എന്നെ ഇങ്ങോട്ട് വിവാഹം കഴിപ്പിച്ചുകൊണ്ട് വന്നതാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെയും നിൽക്കുള്ളൂ എന്ന് പറയുമ്പോൾ, ഒരവസരം കിട്ടിയാൽ പോലും സ്വന്തം വീട്ടിലോട്ട് നീ പോവുകയല്ലോ, എനിക്കറിയാം എന്ന് പറയും. അന്നേരം നിങ്ങൾ എന്നോട് കൂടുതൽ സംസാരിക്കാനൊന്നും വരണ്ട, ഇവിടുന്ന് ഇറക്കി വിട്ടാലും നിങ്ങൾക്ക് പോയി നിൽക്കാൻ നിങ്ങളുടെ വീട് പോലും ഇല്ല, എനിക്ക് എൻ്റെ വീടിലുണ്ട്, എന്നിട്ട് നിങ്ങൾ എന്നെ കുറ്റം പറയാൻ ഇങ്ങോട്ട് വരരുത്. സ്വന്തം അച്ഛനും അമ്മയും ആരാണെന്ന് പോലും കറക്റ്റ് അറിയത്തില്ല, എന്നിട്ടാണ് എല്ലാ കുറ്റവും കണ്ടുപിടിക്കാനായിട്ട് നടക്കുന്നത് എന്ന് പറഞ്ഞ് 2 വർത്താനം പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോവും. മിണ്ടാൻ മേലാത്ത അവസ്ഥയിലായിപ്പോവും ജലജ. പിന്നീട് മുത്തശ്ശനെയും മുത്തശ്ശിയും കാണിക്കുന്നുണ്ട്. അവർക്ക് ആകെ സങ്കടമാണ് നയനയില്ലാത്തത്. കാരണം നയനയാണല്ലോ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നതും മരുന്നെടുത്ത് കൊടുത്തുകൊണ്ടിരുന്നതും എല്ലാം. അതുകൊണ്ട് നയനയില്ലാത്തതിൻ്റെ വിഷമമൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജാനകി വരുന്നത്. ജാനകിയുടെ മുഖം കാണുമ്പം ഒരു വിഷമം പോലെ. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റി, നിൻ്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ജാനകി പറയുവാണ്, അനാമിക ഇവിടുന്ന് പോയിട്ട് കുറേ ദിവസമായില്ലേ, അനാമിക മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടേ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശന് ദേഷ്യമാണ്. ഇപ്പോൾ മുത്തശ്ശൻ ചോദിക്കും, നിൻ്റെ മരുമോളെ ഇങ്ങോട്ട് തിരിച്ച് കൂട്ടിക്കൊണ്ട് വരേണ്ടത് ഞങ്ങളാണോ, നിൻ്റെ മോനല്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം ജാനകി പറയും, ഞാൻ കുറേ പ്രാവശ്യം അവനോട് പറഞ്ഞു, എന്നിട്ടും അവൻ കേൾക്കുന്നില്ല എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ ചോദിക്കും, അതെന്താ കേൾക്കാത്തത്? അതിന് കാരണം അവൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നത് തന്നെയാണ്. ഒരു കാരണവും ഇല്ലാതെ അവൻ അനാമികയെ തല്ലുവോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ മനസ്സിലാക്കേണ്ടത് നിൻ്റെ മരുമകളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവൾ ഈ വീട്ടിലോട്ട് തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലാളിക്കാനും കൊഞ്ചിക്കാനും പോകാതെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക എന്ന് പറയും. അന്നേരം ജാനകി പറയുന്നുണ്ട്, അനാമിക മോള് ഒരേ ഒരു മോളാണ് അവർക്ക്, അതുകൊണ്ട് തന്നെ ഒരുപാട് ലാളിച്ചാണ് അവരുടെ വീട്ടുകാർ വളർത്തിയത്. അതിൻ്റെ ഒരു പക്വതക്കുറവ് അവൾക്കുണ്ട്, അത്രയേ ഉള്ളൂ. ഏതായാലും മോളെ ഇങ്ങോട്ട് തിരിച്ച് കൂട്ടിക്കൊണ്ട് വരാൻ അനിയെ ഒന്ന് നേരാണോ ഉപദേശിക്കാൻ പോലും ഇവിടെ ആരുമില്ല. അജയേട്ടനോട് പറഞ്ഞിട്ട് അജയേട്ടൻ പോലും കേൾക്കുന്നില്ല എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, നിൻ്റെ മരുമകളെ ഒരുപാട് ലാളിച്ചാണ് അവരുടെ വീട്ടുകാർ വളർത്തിയതെങ്കിൽ നന്മ പറഞ്ഞു കൊടുത്ത് ശരി എന്താണെന്ന് പറഞ്ഞു കൊടുത്ത് അവർ ആ പെൺകുട്ടി ഇങ്ങോട്ട്
അങ്ങോട്ട് കൊണ്ടുപോയി ആക്കണം, അതാണ് വേണ്ടത്, അല്ലാതെ ഇവിടെ ഉള്ളവരും അവളെ ലാളിക്കാൻ നിൽക്കുകയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറയും. അന്നേരം ഒരു രക്ഷയില്ല എന്നാകുമ്പോഴത്തേക്കും ജാനകി പറയുന്നുണ്ട്, ഇതിപ്പോൾ ഞാൻ എല്ലാവരുടെയും പുറകെ നടന്ന് പറഞ്ഞു മടുത്തു, ആരും അനാമിക മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി അനിയോട് സംസാരിക്കുന്നു പോലും ഇല്ല, ഞാൻ തോറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാം. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മുത്തശ്ശനോട്, ഇതിപ്പം അനാമിക മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടേ, അനിയൊന്ന് ചെറുതായിട്ടൊന്ന് താന്നു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവനോട് താന്നു കൊടുക്കാനൊന്നും ഞാൻ പറയത്തില്ല, അവന് അനാമിക ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോയി വിളിച്ചുകൊണ്ട് വരട്ടെ, അല്ലാതെ അതിൻ്റെ അകത്ത് ഞാൻ ഇടപെടില്ല എന്ന് മുത്തശ്ശൻ പറയും. പിന്നെ കാണിക്കുന്നത് നയനയാണ്. അന്നേരം നയന കനകയോട് ചോദിക്കുവാണ്, അച്ഛൻ നവ്യേച്ചിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നവ്യേച്ചിയും പറയുമല്ലോ ഞാൻ അങ്ങോട്ട് ചെല്ലാറില്ല എന്ന്. അന്നേരം അച്ഛന് സംശയം തോന്നിയില്ല, അച്ഛൻ അറിഞ്ഞ് എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കും. അന്നേരം കനക പറയും, അറിയുവാണെങ്കിൽ അറിയട്ടെ മോളെ, അല്ലാതെ ഇത് എന്നും അങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അന്നേരം നയന പറയുക, പെട്ടെന്ന് അച്ഛൻ എന്തെങ്കിലും ഷോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരും അടുത്ത് കാണിയല്ലോ, അച്ഛനത് വലിയ വിഷമാകുമോ എന്ന് പറയും. അന്നേരം കനക പറയും, അങ്ങനെയൊന്നും ഉണ്ടാകുകയില്ല, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി അത് അങ്ങനെ അങ്ങ് കഴിഞ്ഞു പൊക്കോളും, അല്ലാതെ അതിൻ്റെ അകത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കുമാണ് നവ്യ വിളിക്കുന്നത് കനകയെ. അന്നേരം നയന പറയും, എന്നെ കാണഞ്ഞിട്ട് വിളിക്കുന്നതായിരിക്കും, അമ്മ ആ ഫോൺ ഇങ്ങാട്ടെ എന്ന് പറയും. എന്നിട്ട് ഹലോ ചേച്ചി എന്ന് വിളിക്കുന്നത്, നീ എവിടെയാ, നീ എന്താ ഇങ്ങോട്ട് വരാത്തത് എന്ന് ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട്, ഇവിടെ ആരെങ്കിലും സ്ത്രീകൾ വേണ്ടേ ചേച്ചി, അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറയുമ്പം, അതിന് ഈ വീട്ടിൽ സ്ത്രീ ആയിട്ടുള്ളത് നീ മാത്രമൊന്നും അല്ലല്ലോ, അവർ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഇല്ലേ, അവരവിടെ പോയി നിൽക്കുകയല്ലേ ഇടയ്ക്ക്, നീ എന്തിനാ ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം മറുപടി പറയുന്നതിൽ നയനയുടെ ശബ്ദത്തിനൊരു തളർച്ചയുണ്ടല്ലോ. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ശബ്ദത്തിന് തന്നെ ഒരു തളർച്ച പോലെ, ഇനിയിപ്പം നീയെങ്ങാനുമാണോ അവർക്ക് കരൾ കൊടുത്തത് എന്ന് ചോദിക്കും. അന്നേരം അങ്ങനെയൊന്നുമല്ല, എനിക്ക് ഇന്നലെ ഉറക്കളിച്ചതിൻ്റെ ക്ഷീണമാണ് എന്ന് പറയുവാണ്. അന്നേരം നവ്യ പറയുന്നുണ്ട്, നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒന്നും അങ്ങ് ശരിയാകുന്നില്ല, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വാ, ആദർശേട്ടനും അച്ഛനും ഒക്കെ ഇടയ്ക്ക് വന്നിട്ടെങ്കിലും പോകുന്നുണ്ട്, നീ അതുപോലും ചെയ്യുന്നില്ലല്ലോ എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ഞാനും ആദർശേട്ടനും ഒരു മുറിയിൽ ഒരുമിച്ച് കഴിഞ്ഞു എന്നറിഞ്ഞിട്ടാണ് അമ്മയ്ക്ക് പെട്ടെന്ന് അസുഖം കൂടിയത്, അതുകൊണ്ട് മണ്ഡലകാലം കഴിഞ്ഞ് അവർ ശബരിമലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് വരെ ഞാൻ വീട്ടിൽ നിൽക്കാനാണ് തീരുമാനിച്ചേക്കുന്നത് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, നീ ഒരുപാട് താന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നിനക്ക് നേരം കാണുകയുള്ളൂ, നീ നിൻ്റേതായ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കുടിക്കാനായിട്ട് നീ എടുത്ത പാലിലാണ് അവർ വിഷം ചേർത്തേക്കുന്നത്, അതാരാണെങ്കിലും അവർ ഇനിയും എന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്യും, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വാടി എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, ചേച്ചിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ചേച്ചി അങ്ങനെ വീട്ടിലോട്ട് പോരെ എന്ന് പറയും. എന്നിട്ട് നവ്യ പറയും, നമ്മൾ രണ്ടുപേരോടെ ഇവിടുന്ന് ഇറങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം തിരിച്ചു വരുമ്പം ഇവിടുത്തെ ഗേറ്റ് നമുക്ക് മുന്നിൽ തുറന്നില്ല എന്ന് വരും, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയുവാണ്. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് നവ്യ ഫോം വെച്ച് കഴിയുമ്പം നയന കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പം കനകയ്ക്കൊരാശ്വാസം. കനക പറയുന്നുണ്ട്, ഏതായാലും ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞ് മോളാണ് കരൾ കൊടുത്തത് എന്നറിഞ്ഞു കഴിയുമ്പം ദേവേനെ മോളെ സ്നേഹിച്ച് തുടങ്ങുമായിരിക്കില്ലേ എന്ന് ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട്, അന്നേരം ഇതെല്ലാം മറച്ചു വെച്ചു എന്നുള്ളതിൻ്റെ ദേഷ്യമായിരിക്കും ചിലപ്പോൾ അമ്മയ്ക്ക്, അമ്മ എൻ്റെ കയ്യിൽ നിന്ന് സഹായങ്ങളൊന്നും സ്വീകരിക്കില്ല എന്ന് പറയുവാണ്. അന്നേരവും കനകയ്ക്ക് പ്രതീക്ഷ. കനക പറയും, മണ്ഡലകാലത്തല്ലേ ഇതെല്ലാം സംഭവിച്ചത്, ഇതെല്ലാം നല്ലതിനായിരിക്കും എന്നാ മോളെ എൻ്റെ മനസ്സ് പറയുന്നത് എന്ന് കനക പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന അനാമികയും വേണുവിനെയൊക്കെയാണ്. അവർ മണ്ഡലക്കാലമായതുകൊണ്ട് ചിക്കനും മട്ടനും ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല, അനന്തപുരിയിലായതുകൊണ്ട്. അതൊക്കെ കഴിക്കാൻ വേണ്ടി അവിടെ ഒരു ഹോട്ടലിലോട്ട് വരുവാണ്. അവിടെ വെച്ച് അബിയെ കാണുന്നു. അബിയും ഒരു പെണ്ണോട് അവിടെ നിന്ന് സംസാരിച്ച് എന്തൊക്കെ കഴിച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുന്നു. അന്നേരം അത് കാണുന്നത് അനാമിക പറയുന്നുണ്ട്, അബിയേട്ടന് സ്ത്രീ വിഷയം ഇത്തിരി കൂടുതലാണ് എന്ന് അവർ പറയാറുണ്ട് എന്ന്. അന്നേരം കൂടെയുള്ള പെണ്ണ് അബിയോട് പറയുന്നുണ്ട്, ദേണ്ടടാ നിൻ്റെ വീട്ടുകാരെ എന്ന്. അന്നേരം ഞെട്ടി തിരിഞ്ഞു നോക്കുന്ന അബിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.